ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. 250 ml കപ്പിൽ 2 കപ്പ് മൈദയും മൈദയിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊരു സാധാരണ നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പരുവത്തിൽ നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരല്പം ഓയിലൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടീസ്പൂണോളം ഓയിലൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അതിന് ശേഷം നമുക്കിതിവിടെ അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ എല്ലില്ലാത്ത ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട്. ഒരു 200 ഗ്രാം ചിക്കൻ പീസാണ് എടുത്തിട്ടുള്ളത്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ അതേ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വരുന്ന ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തതും പിന്നെ ഇതിലേക്ക് ഒരു 5 വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചെടുത്തത് അതും കൂടി ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി അത്യാവശ്യം നല്ല രീതിയിലൊന്ന് വഴണ്ട് വരണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വലിയ ജീരകം, അതായത് പെരിഞ്ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല, ചിക്കൻ മസാല മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. ഈ ചിക്കൻ മസാലയൊക്കെ ചേർക്കുമ്പോൾ നമ്മളെടുക്കുന്ന ചിക്കൻക്ക് അനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. കൂടുതൽ ചിക്കൻ എടുക്കുമ്പോൾ കൂടുതൽ അളവിൽ ചേർത്ത് കൊടുക്കേണ്ടി വരും. ഇനി ഇതിലേക്ക് നമ്മൾ ഇവിടെ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വയ്ക്കുക. അപ്പോൾ ചിക്കൻ പെട്ടെന്ന് കുക്കായി കിട്ടും. അതിൻ്റെ ഇടയിൽ 2-3 പ്രാവശ്യം ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചിക്കനൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട്. ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളം കൊണ്ട് തന്നെ ചിക്കൻ അത്യാവശ്യം നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം നോക്കാം, കുറച്ച് വെള്ളമൊക്കെ കാണുന്നുണ്ട്. അതുകൂടെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇനി ഇതിലേക്ക് കണ്ടോ നല്ല രീതിയിലൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഉരുളൻകിഴങ്ങാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു വലിയ ഉരുളൻകിഴങ്ങ് ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അല്പം ഉപ്പിട്ടിട്ടാണ് പുഴുങ്ങിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുത്തോളണം കേട്ടോ. എനിക്ക് ആദ്യം ചേർത്ത ഉപ്പ് തന്നെ കറക്റ്റ് പാകമായിരുന്നു. പിന്നെ ഉരുളൻകിഴങ്ങ് കൂടെ ഇതിലേക്ക് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ടൊമാറ്റോ സോസ് ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടെ ചേർത്ത് കൊടുക്കുക. ടൊമാറ്റോ സോസ് കയ്യിലില്ലെങ്കിൽ അതിന് പകരം ടൊമാറ്റോ ചേർത്ത് കൊടുത്താലും മതി. അത് ഉള്ളി വഴറ്റുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാനും ശ്രദ്ധിക്കണം. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയില കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫാക്കി ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ മാവ് അരമണിക്കൂർ ഇരുന്ന് റെസ്റ്റ് ചെയ്ത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 2 പോർഷനായിട്ട് തിരിച്ചിട്ട് നമുക്കൊരു പോർഷൻ എടുത്ത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അല്പം പൊടി വിതറി കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് പരത്തിയെടുക്കണം. ഇപ്പോൾ ഞാൻ നല്ല രീതിയിലൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അതിന് ഇതേപോലൊരു കുപ്പിയുടെ അടപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ബാക്കിയുള്ളതും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്കൊന്ന് ചുട്ടെടുക്കണം. ഇതിൻ്റെ ഒരു ഭാഗം മാത്രം ചുട്ടെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു പാൻ എടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരല്പം ഓയിലൊന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ഭാഗം നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഒരു ഭാഗം കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം. സെറ്റ് ചെയ്തെടുക്കാനായിട്ട് ഇതിൻ്റെ ആ കുക്കായ ഭാഗം നമ്മുടെ ഈ എന്താ പറയുക ഉള്ളിലാകുക, ആ രീതിയിൽ വേണം വയ്ക്കാൻ. അതിലേക്ക് നമ്മുടെ കുറച്ച് ടൊമാറ്റോ സോസ് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഫില്ലിങ് നമുക്ക് ഇഷ്ടമുള്ള അത്രയും നിറച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മളിതൊന്ന് മടക്കി കൊടുക്കുക. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് ഇത്. ബ്രേക്ക്ഫാസ്റ്റായിട്ടും 4 മണി ചായക്കൊപ്പവും അതേപോലെ തന്നെ ഡിന്നറിന് വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. നിങ്ങളെല്ലാവരും ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കാനും മറക്കല്ലേ. അതിനുശേഷം നമ്മൾ അല്പം ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലൊരല്പം ഓയിലൊന്നാക്കിയിട്ട് 2 ഭാഗവും ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും